ഇതിൽ ആദ്യത്തെ ടീസറിൽ മുൻപൊരിക്കൽ 30 വർഷങ്ങൾക്ക് മുമ്പ് പറഞ്ഞൊരു ഡയലോഗ് വീണ്ടും പറയുന്നുണ്ട്. നമുക്ക് പാർക്കാൻ മുന്തിരിത്തോപ്പുകൾ പറഞ്ഞ അതേ ഡയലോഗ്. അത് വീണ്ടും പറയുമ്പോൾ എന്തായിരുന്നു ആ ഉള്ളിൽ ഉണ്ടായൊരു ഫീലിംഗ് എന്തായിരുന്നു? അന്ന് ആ സിനിമയിലെ ഏറ്റവും കഥലായ ഒരു ഭാഗമായിരുന്നു ആ ഡയലോഗുകൾ. ഈ സിനിമയിലും ഈ ഡയലോഗിന് വളരെയധികം പ്രസക്തിയുണ്ട് എന്ന് മനസ്സിലാക്കിയിട്ടാണത് മുന്തിരിത്തോപ്പുകളിൽ നമുക്ക് പോകാമെന്ന് പറയുന്നത്. അത് അവിടെ വെച്ച് വീണ്ടും ഞാൻ നിനക്കെൻ്റെ പ്രേമം തരുന്നതാണ്. അപ്പോൾ നമ്മളൊരു സിനിമ എൻഡ് ചെയ്യുന്ന സമയത്ത് വീണ്ടും നിന്നെ പ്രണയിക്കും എന്നുള്ള രീതിയിലാണ്. അപ്പോൾ ഒരു ആനിയമ്മയും ഉലഹന്നാനുമാവുമ്പോൾ ഉലഹന്നാന് പറയാവുന്നത് ബൈബിളിൽ നിന്ന് ഒരു കോട്ട് തന്നെയാണ്. സുഭാഷിതങ്ങളിൽ ഒരു കോട്ടായിരിക്കും പറയാൻ പറ്റുന്നത്. അതുകൊണ്ട് അതിലേക്ക് വരികയും അതിൽ കൂടുതൽ അതിലും നല്ല ഒരു കോട്ട് കിട്ടാനില്ല ആ സമയത്ത് ഉലഹന്നാന് പറയാൻ. പിന്നെ അവർ ബൈബിൾ വായിക്കുന്ന ആൾക്കാരായിട്ടാണ് നമ്മൾ സിനിമയിൽ കാണിച്ചിരിക്കുന്നത്. ആനിയമ്മയാണ് കൂടുതൽ വായിക്കുന്നത്, ഇയാൾ വായിക്കാറില്ല. ഞാൻ പ്രേക്ഷകർക്കായി എനിക്കായി ഞാനൊരു കാര്യം ചോദിക്കുകയാണ്. അതേ ഡയലോഗ് ഒരിക്കൽ കൂടി ഞങ്ങൾക്കായി പറയാമോ? അധികാലത്തെണീറ്റ് മുന്തിരിത്തോട്ടങ്ങളിൽ പോയി മുന്തിരി വള്ളി തളിർത്ത് പൂവിടുകയും മാതള നാരകം പൂക്കുകയും ചെയ്തു എന്ന് നോക്കാം. അവിടെ വെച്ച് ഞാൻ എൻ്റെ പ്രേമം വീണ്ടും നിനക്ക് ഇതിപ്പം അതുപോലെ ആയിരിക്കില്ല, ഓരോ ബൈബിൾ ഓരോ തരത്തിലാണ് തോന്നുന്നു. അല്ല, തീർച്ചയായും ഡയലോഗ് ടീച്ചറിൽ പറഞ്ഞിരിക്കുന്നത് അതുപോലെ തന്നെയാണ് എപ്പോഴും.